ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ താരം കേരളത്തിന്റെ രോമാഞ്ച കഞ്ചുകമായിട്ടുള്ള രണ സുനയുടെ ഒരു സബ്സ്ക്രിപ്ഷൻ ലൈവും കൂടെ ലീക്ക് ആയിരിക്കുകയാണ്. എന്തായാലും ആ ഒരു സബ്സ്ക്രിപ്ഷൻ ലൈവിൽ വന്നിട്ട് ആള് ഭയങ്കര കട്ടക്കലിപ്പിലൊക്കെയാണ്. ഈ ലൈവ് ലീക്കായാലും എനിക്ക് മൈ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വെല്ലുവിളിയിലാണ് ഈ ഒരു ലൈവിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് രണ സുനയുടെ ആ ലൈവ് ഒന്ന് കാണാം. എന്റെ കസിൻസ് ഒക്കെ എന്നെ വിളിച്ചിട്ട് എന്തായാലും കാണിച്ചേ. ഞാൻ പറഞ്ഞു ഓരോരുത്തരും എന്തൊക്കെയാ കാണിക്കുന്നേ, ഞാൻ എന്റെ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിച്ചില്ല, എന്റെ ചുണ്ട് പൊട്ടിയില്ല. നിങ്ങൾ ഉണ്ടായിരുന്നല്ല ലൈവില്. ദെൻ പിന്നെ പറയും ബാക്കി വേറെ എന്തൊക്കെയുണ്ട് വിശേഷം, വേറെ പറയൂ. ഞാൻ പറഞ്ഞില്ല ഞാനിത് ഭയങ്കര കുറ്റമായിരുന്നു. എന്റെ കസിൻസ് ഒക്കെ എന്നെ വിളിച്ചിട്ട് എന്തായാലും കാണിച്ചേ. ഞാൻ പറഞ്ഞു ഓരോരുത്തരും എന്തൊക്കെയാ കാണിക്കുന്നേ, ഞാൻ എന്റെ ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിച്ചില്ല, എന്റെ ചുണ്ട് പൊട്ടിയിരിക്കും. നിങ്ങൾ ഉണ്ടായിരുന്ന ലൈവില്, നിങ്ങൾ ഓരോരുത്തരും കാണുമായിരിക്കും ലൈവില്. ഞാൻ ചുണ്ട് പൊട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പം ആരോ ഒരാൾ പറഞ്ഞു എന്താ പറയാ എന്തോ കടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കടിക്കില്ലെന്ന് പറഞ്ഞു. അതാണ് ലൈവ്, അതാണ് എടുത്തോണ്ട് പോയേക്കുന്നത്. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ എം സോ ഹാപ്പി. എനിക്ക് എന്ത് കുഴപ്പം, എനിക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ല, എന്നെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ. ഇവനെന്താ പറഞ്ഞേ, ബ്ലൂ വെയിൽ എന്താ പറഞ്ഞ അച്ചാതി പരിപാടി കാണിക്കാനാണോ നിന്നെ കയറി സബ് ചെയ്തത്? എന്ത് ആര് പരിപാടി കാണിച്ചെന്ന്? നീ എന്ത് കോപ്പായി പറയുന്നേ? നീ എന്ത് കോപ്പാ പറയുന്നത്? ആര് പരിപാടി കാണിച്ചെന്നാ നീ പറയുന്നത്? എടി പോടി നീ എന്നൊക്കെ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കുക. സബ് കളഞ്ഞിട്ട് പൊക്കോ കേട്ടാ. ഓ അങ്ങനെയാണോ? നീ എന്നെ പറഞ്ഞതല്ലേ? ഓക്കെ, ഞാൻ ഓർത്ത് നീ എന്നെ പറഞ്ഞായിരിക്കും. എന്നെ പറഞ്ഞ എന്റെ വായ നല്ല വർത്താനം കേൾക്കും, അത് ആരാണെങ്കിലും. ഹായ് ഡിയർ, ഹായ്. സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ്, അത് നമുക്കറിയാലോ. അല്ലാതെ കയറി കണ്ട് ആസ്വദിച്ച് സ്ക്രീൻഷോട്ട് എടുത്തവന്മാരാണല്ലോ ഈ പരിപാടി കാണിച്ചത്. സോ എനിക്കതൊന്നും വിഷയമല്ല, വിഷയമല്ലാത്ത കാര്യമാണ്. ലൈവ് ഇറങ്ങി എനിക്ക് വിഷയമല്ല. ഈ ലൈവ് ഇറങ്ങി എനിക്ക് മയിലാണ്. സ്ക്രീൻഷോട്ട് റെക്കോർഡ് എടുത്ത് അവൻ ഉണ്ടാക്കട്ടെ എന്ന്. എനിക്ക് മയിലാണ്, മയിര്. ഓ അങ്ങനെ, സോറിടാ ബ്ലൂ വെയിലെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഞാനോർത്ത് നീ എന്നെ തെറി പറയായിരിക്കും. ആ നാറുകൾ എന്ത് വേണേലും കാണിക്കട്ടെ, അതും സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് രേണു അത് കാണിച്ചു ഇത് കാണിച്ചെന്ന് പറഞ്ഞ് ഈ പരിപാടിക്ക് നിൽക്കത്തില്ല. പക്ഷെ അന്നേരം നിന്നില്ലേ ആ പരിപാടിക്ക്? ഒരു സുഖമില്ലാത്ത ലൈവാണ്. ഞാൻ പിന്നെ വരാൻ പോവാം. ബൈ ബൈ. അപ്പം എൻ്റെ ലിപ്പ് വീഡിയോ വൈറലാക്കി തന്ന ആ സഹോദരന് എൻ്റെ എല്ലാവിധ താങ്ക്സും. ലിപ്സ്റ്റിക്കിൻ്റെ ബാക്കിയുള്ളൂ. ഓക്കെ, അത് ഫുള്ള് കണ്ട ലൈവ് കണ്ടിട്ട് അത് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് എത്ര പേർക്കാടേ നീ കൊടുത്തത്? അതും എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറേ എണ്ണത്തിന്. എന്തായാലും ഞാൻ വൈറലായി ഹൈ റേഞ്ച് കയറിയിട്ടുണ്ട്. എന്തായാലും ഇതുവരായിട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം ഓരോരുത്തര് മെൻഷൻ ചെയ്യുന്നുണ്ട്, രേണു സുധി കമന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ ലിപ്പ് വീഡിയോ. എനിവേ ഓക്കെ, ഭാഗ്യം ചുണ്ടല്ലേ കടിച്ചുള്ളൂ, വേറൊന്നും കടിക്കായിരുന്ന ഭാഗ്യം. വേറൊന്നും കടിക്കത്തില്ല. രേണു സുധി ചുണ്ട് കടിച്ചപ്പോ അത് വൈറലായി. കടിക്കട്ടേടാ അത് ചോദിച്ചാൽ പിന്നെ കടിക്കല്ലടാ കുട്ടാന്നല്ലാതെ എന്താടാ കുട്ടാ പറയുക. എനിവേ എന്നെ കയറ്റിയതിനും എന്നെ വീണ്ടും പേര് കയറ്റിയതിനും ഒരുപാട് താങ്ക്സ്. അപ്പം ബാക്കി നമുക്ക് സംസാരിക്കാം. ഓ എന്നോട് കണ്ണാ കടിക്കല കണ്ണാ, ഈ ആട്ടും കൂത്തി മരണ സാധനം ആര് കടിക്കലാണ്? ഞാൻ കേട്ടാ നമ്മളൊന്നും കുറ്റം പറയല്ല ചേച്ചീനെ. എന്തെങ്കിലും ചെയ്ത് ജീവിച്ചിട്ടോ ഒരു വിധേയമായിട്ടുള്ള സ്ത്രീനെ നമ്മളിങ്ങനെ കുറ്റം പറയാൻ പാടില്ല. അവർക്ക് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ അല്ല അങ്ങനെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞത്.
അവരെന്തെങ്കിലും ചെയ്ത് എങ്ങനെയും ജീവിക്കട്ടെ, വേട്ടയാടല്ല അവര്. ചേച്ചി എന്താ നെഞ്ചത്ത് വീണ്? ഒരു നെഞ്ചത്ത് രണ്ടല്ലേ ഗുരു. കേരള ചേച്ചി മേച്ചേ അതൊക്കെ ഒരു മാഞ്ഞോക്കളൂ. എല്ലാവർക്കും എന്റെ സബ്സ്ക്രിപ്ഷനിലേക്ക് സ്വാഗതം. എന്തെങ്കിലും സബ്സ്ക്രൈബ് കാണിച്ച് ജീവിച്ചോട്ടെ. ഇന്നിപ്പോ പിന്നാമ്പറം കാണിച്ചു, നാളെ ഞുമ്പറം കാണിച്ചാലോ? ഇതൊക്കെ കണ്ട് ഞാൻ എന്തായാലും പ്രതികരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ജാതി വെറുപ്പിക്കലാണ് ഈ നിക്രവതമ അല്ലേ? എന്താ വിളക്ക് പറയണം? നാട് കിടത്തണോ? മറ്റേ താത്ത എടുത്തിട്ട് റോസ്റ്റ് ചെയ്തൊരു പരിവാക്കിയിട്ടുണ്ട്. പ്ലക്കമ്മ എന്നാണ് വിളിക്കുന്നത്. താത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലൊരു വെറുപ്പിക്കൽ സാധനം വിധവമാർക്ക് ബഹുമാനമാണ്. ഈ സാധനം സബ്സ്ക്രിപ്ഷൻ പറഞ്ഞെടുത്തിട്ട് അവിടെ ചെറിയുടെ പ്രശ്നമാണ്. അങ്ങനെ സംസാരിച്ചാണ്, എങ്ങനെ സംസാരിച്ചാണ്? ജാതി വെറുപ്പിക്കൽ തള്ള. ലോകത്ത് ഇതുപോലൊരു വിധവയെ കണ്ടിട്ടില്ല. സപ്പോർട്ട് ചെയ്യാൻ കുറെ ലെവലാക്കി ഡാഷ് മക്കളുണ്ട്. അവളുമാരാണ് ആദ്യം വിട്ടാൻ. അവൾ മരുതല ഇനി അടിക്കാൻ നിൽക്കുന്നവളുമാരായിരിക്കും. അങ്ങനെ കുടുംബത്ത് പറഞ്ഞാരും ഇങ്ങനത്തെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യില്ല, ഉറപ്പാണ്. ഇവളുമാരെ പോലെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഇവളെ പോലെ, ഈ പ്ലക്കമ്മെ പോലെ അല്ലെങ്കിൽ ഈ വിധവെ നിക്രവതവെ പോലെ അഴിഞ്ഞാടി നടക്കുന്നവരൊക്കെ തന്നെ ആയിരിക്കും ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലേ? ആദ്യമൊക്കെ ഒരു മര്യാദ ഉണ്ടെന്ന് പറയും. ഇപ്പം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ എന്താവില്ല, പിന്നെ ഇവള് കാണിച്ച എന്താ കുഴപ്പം? ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ല, കാണാൻ കുറച്ച് മെനയുണ്ടെന്ന് ഞാൻ പറയാത്ത ആൾക്കാർ അസൂയിക്കും. ഇവളെന്ത് കാണിക്കുന്നത്? ഈ അസ്ഥി കൂടും ആകെ 4 അടിയും കണ്ടുണ്ട് വയറ്റിൽ. എന്നതോട് കാട്ടിക്കൂട്ടുന്ന അതിനകത്ത് അസ്ഥി. ആ അസ്ഥിയാണ് നാട്ടുകാരെ മൊത്തം കാണിക്കുന്നത്. കാണാൻ കുറച്ചുകൂടെ ഇതും കൂടെ ഉണ്ടാണ് ഇവള് മറച്ചു വെച്ചത്. എത്രയോ വിധവകൾ നമ്മുടെ നാട്ടിലുണ്ട് മര്യാദയ്ക്ക് ജീവിക്കുന്നത്. അവർക്ക് കൂടെ ചീത്ത പേരുണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇവള്. എന്താ അല്ലേ? നല്ല കുടുംബം. മറ്റേ ആ സുധി മോളെ ഇരുന്നിട്ട് പറയുന്നുണ്ടോ, പായത്തി എന്നെ ഒരു സമാധാനം തരത്തില്ലെന്ന് വെച്ചാൽ ഞാൻ മരിച്ചാലും ചിലർക്ക് സമാധാനം കൊടുക്കും, ശാന്തി കൊടുക്കും നടക്കുക. അതുണ്ടാവില്ല ആ പുള്ളിക്കാരന്. മോളെ ഇരുന്നിട്ട് പുള്ളിക്കാരൻ വിഷമിക്കുന്നുണ്ടോ? ഇതുപോലെ ഒരു നിക്കറവതയാണല്ലോ ഞാനൊരു തല വെച്ചെന്ന് പുള്ളി ആലോചിക്കുന്നുണ്ടോ? ആ പുള്ളിയുടെ പേരും പറഞ്ഞിട്ടാണ് ഈ പെക്കൂത്ത് മൊത്തം ഈ നിക്കറവതോ കാണിക്കുന്നത്. ഇവളിനി എത്ര അഴിഞ്ഞാട്ടം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ഓളാളുണ്ട്. കുറെ വാന സ്ത്രീകളും വാണം കുറെ അവന്മാരുണ്ട്, പാവാടവഴികളും. അവന്മാരാണ് ആദ്യമേ തലവല്ലി പൊളിക്കാൻ. അവൻ്റെ വീട്ടിൽ കുടുംബക്കാരിൽ ഇപ്പം പിള്ളേർ ഇതുപോലൊരു സ്റ്റേഷനായി കഴിഞ്ഞ് ഇതുപോലെ അഴിഞ്ഞാടോ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഇങ്ങനെ നാക്ക് ചുരുട്ടി കാണിക്കോ? ഇല്ല. തള്ളമയന്മാര് കുറെ ആലവരാതിമായിരത്തേളും. എനിവേ, ഷെയർ ദിസ് വീഡിയോ. മോർ റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ട് പേജ് കൊണ്ട് സപ്പോർട്ട് ചെയ്യും. ഇതുപോലുള്ള വീഡിയോസ് കൊണ്ടിട്ട് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യും. ഉറപ്പാണ്.